നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇടപെടും. എനിക്ക് അനുകൂലമായ ഒരു അവസരം വരുമ്പോ ഞാൻ ഇടപെടും. അന്ന് ഞാൻ മഹാദേവനെ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഈ ദേവികയുടെ നെകളിപ്പം ഞാൻ അവസാനിപ്പിക്കും. ബിസിനസ്സിൽ ഇത്ര ഉൾക്കാഴ്ചയുള്ള ദേവിക നമ്മുടെ ബിസിനസ്സിനൊരു മുതൽക്കൂട്ട. അത് ഞങ്ങൾക്ക് പാഴാക്കാൻ പറ്റില്ല. നാളെ മുതൽ ദേവിക ഓഫീസിലേക്ക് വരണം. അതെ ചേച്ചി, നാളെ മുതൽ ചേച്ചി ഓഫീസിലേക്ക് വരണം. അത് അതെ, വന്നാൽ മാത്രം പോരാ, ഇതുപോലുള്ള ഐഡിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും വേണം. ദേവിക ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത്? സിദ്ധുവും ദേവികയുടെ കൂടെ ഓഫീസിൽ പോട്ടെ. അപ്പൊ ആ വിഷയത്തിന് പരിഹാരമാവുമല്ലോ. അവളെ വീട്ടിലിരുത്താൻ നമ്മൾ സകല പണികളും ഒപ്പിച്ചെങ്കിലും ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇപ്പൊ ദേവിയയ്ക്ക് അവളുടെ ഇഷ്ടാനുസരണം പുറത്തു പോകാനും അവളുടേതായ രീതിയിൽ എല്ലാ തോന്നിവാസങ്ങളും നടത്താനുള്ള അവസരമല്ലേ കിട്ടിയിരിക്കുന്നേ. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ അവൾക്ക് അന്ന് നമ്മൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. അവളിനെ ഓഫീസിൽ സ്ഥിരമായി പോയി തുടങ്ങിയ നമ്മളെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും അവൾ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവൾ എന്തെങ്കിലും അറിഞ്ഞ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് അവൾ മനസ്സിലാക്കിയ ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധ്യതയില്ലാത്ത ഒരു ചക്രവ്യൂഹത്തിലായിരിക്കും നമ്മൾ പെടുന്നത്. നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു ചതി ഒപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദേവിക വന്ന ശേഷം മഹേഷിന്റെ സ്വഭാവം അപ്പാടെ മാറി. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കിനി എന്ത് ചെയ്യാനാവും? അതേക്കുറിച്ച് ചിന്തിക്ക്. ടെൻഷൻ കാരണം എന്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക. ഇപ്പൊ ചിന്തിച്ച ഒരു ഐഡിയയും വരില്ല ഏട്ടാ. നീ പോയി അഞ്ജിതയെ വിളിച്ചിട്ടോ? അല്ല, അവളെ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? കാര്യമുണ്ട്. ഇനി ദേവിയക്കെതിരുള്ള നമ്മളുടെ പോര് നമ്മൾ നടത്തുന്നത് അഞ്ജിതയെ മുൻനിർത്തി ആയിരിക്കണം. ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി അവളെ വിളിച്ചിട്ടോ, എന്നിട്ട് പറയാം. ചെല്ല്. എന്താങ്ങളെ, എന്തിനാ എന്നെ വിളിച്ചേ? മോള് കണ്ടല്ലോ മോളുടെ ചേച്ചിയുടെ വെച്ചടിയുള്ള കയറ്റം. ഇനി നിന്റെ ചേച്ചിയുടെ ഭരണം ഈ വീട്ടിൽ മാത്രമായി ഒതുങ്ങില്ല. ഓഫീസിലും ദേവിയുടെ ഭരണമാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് ആർക്കും ഈ വീട്ടിൽ സ്ഥാനമില്ലാതെയാവും. ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് നിനക്കായിരിക്കും. നിന്റെ ചേച്ചിയുടെ എച്ചി നിന്ന് നിനക്കിവിടെ കഴിയേണ്ടി വരും. അതിന് നീ ഒരുക്കണോ? എന്റെ ചേച്ചിയുടെ എച്ചിൽ തിന്ന് ഞാനിവിടെ കഴിയാനോ? അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാ. ഇപ്പൊ തന്നെ അവൾ ഇങ്ങനെ ചേച്ചി കേറുന്നത് കാണുമ്പോഴേ എനിക്ക് സഹിക്കാനാവുന്നില്ല. എങ്ങനെ അവളെ നശിപ്പിക്കാം, എങ്ങനെ അവളെ ഒതുക്കാം എന്ന ചിന്തയിലാ ഞാൻ. പക്ഷെ എനിക്ക് അവൾക്കെതിരെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെ മോള് നിരാശപ്പെടണ്ട. നമ്മൾ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഈ വീട്ടിലെ അവസാന വാക്ക് ഞങ്ങളുടെ അമ്മയുടെ ആണെന്ന് അറിയാലോ. മോളുടെ വിഷമം അമ്മയോടൊന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ മോക്ക് അനുകൂലമായ തീരുമാനം അമ്മയെന്നുണ്ടായാലോ.
എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? എന്താണേലും നീ എന്നോട് പറയേ. ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി? ഇവിടെ നടക്കുന്നതെല്ലാം മുത്തശ്ശി കാണുന്നതല്ലേ. എനിക്ക് ഈ വീട്ടിൽ എന്ത് വിലയാ മുത്തശ്ശി ഉള്ളത്? ഒരു വിലയുമില്ല, ഒരു സ്ഥാനവുമില്ല. ഇവിടെ സ്ഥാനവും അധികാരവും അവകാശവും ഒക്കെ ദേവിക ചേച്ചിക്ക് മാത്രമല്ലേ ഉള്ളൂ. ഓഫീസിലെ ഭരണവും ദേവിക ചേച്ചിയുടെ കയ്യിലായി. ഇതൊക്കെ ശരിയാണോ മുത്തശ്ശി? മഹ്യങ്ങൾ എന്തിനാ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങള് ദേവിക ചേച്ചി ഏൽപ്പിച്ചത്? ഋഷിയേട്ടനും അഭിയേട്ടനും കൂടി ഓഫീസിലെ കാര്യങ്ങള് നല്ല രീതിയിൽ നോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിനിടയിൽ അവർക്ക് മുകളിലായി ദേവിക ചേച്ചി പ്രതിഷ്ഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുത്തശ്ശിയല്ലേ ഈ വീട്ടിലെ അവസാന വാക്ക്. ഇവിടെ ഇങ്ങനെ പക്ഷാഭേദമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കണ്ടിട്ടും മുത്തശ്ശി എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, അഞ്ജിത പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയാണ് ഇപ്പൊ ഈ കുടുംബത്തിന്റെ കാരണവും സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാനുള്ള അധികാരം അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ദേവികയെ ഓഫീസിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് ദയവായി അമ്മ മഹേട്ടനോട് പറയണം. നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവികയെ മഹിയും ജാനകിയും ചേർന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഞാന് അവരുടെ മുന്നിൽ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അന്നേരെ എനിക്ക് കിട്ടിയ അനുഭവം എന്തായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. മഹി എന്നോട് ഞാൻ അവന്റെ അമ്മയാണെന്നുള്ള സ്ഥാനം പോലും മറന്ന് പൊട്ടിത്തെറിച്ചു. ദേവിയയ്ക്ക് വേണ്ടിയ അവൻ ആദ്യമായി എന്നോട് അപമര്യാദയായി പെരുമാറിയത്. അതിന്റെ വിഷമം ഇപ്പോഴേ എനിക്ക് മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വീട്ടിലെ ഒരു വിഷയത്തിലും ഞാൻ ഇടപെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല. പക്ഷേ ഞാൻ ഇടപെടും. എനിക്ക് അനുകൂലമായ ഒരു അവസരം വരുമ്പോ ഞാൻ ഇടപെടും. അന്ന് ഞാൻ മഹാദേവനെ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഈ ദേവികയുടെ നെകളിപ്പും ഞാൻ അവസാനിപ്പിക്കും. മായേ, ഒരു തരത്തിൽ അമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഇപ്പൊ അമ്മ ഇതിൽ ഇടപെട്ടാൽ ചിലപ്പോ അമ്മയ്ക്ക് വീണ്ടും നാണക്കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. വേണ്ട, നമ്മൾ കാരണം അമ്മയ്ക്ക് അപമാനം ഉണ്ടാവാൻ പാടില്ല. മായേ, അഞ്ജിതേ, തൽക്കാലം ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.